ഒരു BR മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരൊപ്പാണ്. അവർ സംസാരിക്കുകയൊക്കെ ചെയ്യും മൈക്കോണാക്കിയിട്ട് എന്നോട്. അതിന് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഹാങ്ങറിലേക്കാണ് ഇറങ്ങുന്നത്. വേണമെങ്കിൽ നമുക്ക് പിച്ചിൽ കറങ്ങാം. പിച്ച് മറ്റവൻ അയ്യോ എത്ര പേരുണ്ട്? 2 3 പേരേ ഉള്ളൂ. കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ അവൻ അടിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഏതൊരു നെറ്റ് പോയാലാണ് നമ്മളെങ്ങനെ വന്ന് ചാടി കയറും? ഓ ടാക്ടിക്കൽ ബുദ്ധിയാണ് നമ്മളെ. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മൾ അടിയിലെത്തി. നമുക്ക് ഗണ്ണോട് ഓരോന്നായി പറക്കാം. ഓക്കെ, നമുക്കൊരു പൊട്ടാസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറെ ട്രിക്കും കൂടി യൂസ് ചെയ്യണം. അതിന് നമ്മൾ ഗ്രനേഡ് എടുത്തിട്ട് ബോളിൻ്റെ അവിടെ ആയിട്ട് കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ യൂട്യൂബിൽ ചെയ്യണ ഇതില്ലേ ട്രിക്ക്, അത് വർക്കിംഗ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഏതൊരു എനിമി ഉണ്ടാവാൻ ചാൻസ് നമ്മൾ കണ്ടില്ല. എങ്ങനെയാണ് കൊന്നേന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും നമുക്കൊരു മാച്ച് ഉണ്ട്, അത് കുഴപ്പമില്ല. എങ്ങനെ കൊന്നേന്ന് നോക്കാം. കണ്ടില്ല ഗൈസ്, പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു നമ്മള് മാച്ചിലെത്തി. വിക്ടറി! ഓ, നമ്മുടെ ടീമേറ്റ് നമ്മളെ റിവ്യൂ ആക്കി എന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ഫീക്കഫെഡ് മാസ്റ്ററിൻ്റെ അവിടെ പോവാം. ഫീക്കഫെഡ് മാസ്റ്ററും ഫീക്കഫെഡ് മാഡോയും നമ്മുടെ ഫ്രണ്ടാണ്. ഓക്കെ, ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് നമുക്കൊരു ഇട്ടിട്ടുണ്ട്. ഒരു കാർ കിട്ടി. ഓക്കെ, പിന്നെ പീണതിൻ്റെ എടുക്കാം. നല്ലോണം ആമൗണ്ട് PFFൻ്റെ ആമോ കുറേ ഉണ്ട് ഇവിടെ. നമുക്ക് ഫോയായിട്ട് നോക്കായിട്ട് ബോളാവാം, പക്ഷെ അങ്ങനെ പറ്റില്ല. നമുക്ക് ഫോണിൽ വേണം. അതിന് ഫോണുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നമ്മൾ നേരെടുത്തിട്ട് ബോളിൻ്റെ അവിടെ പോയിട്ട് ബോളാവണ സ്ഥലത്തിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ആവേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോവാം. ഓക്കെ, 1 enemy spotted. നമ്മളെ കണ്ടില്ല. നമുക്ക് ആദ്യം ഹാമർ അടിക്കാം. ഹാമർ അടിച്ചാൽ പിന്നെ കാര്യം നിന്നു. നോക്കാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിലേ എവിടുന്ന എന്താന്നൊന്നും പറയാൻ പറ്റില്ല. കുമ്മിക്കൊണ്ടാവും. ഫിനിഷ് ആവണവരെ കാത്തിരുന്നാൽ പറഞ്ഞില്ലേ എവിടുന്നൊക്കെ അടി കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. ഒരു എഫിഡി കിട്ടി. എഫിഡില്ല. അപ്പം നമുക്ക് അതിന് മുമ്പ് ഹാമടി ഹാമടി അടി 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 എവിടെ പറ. ബോളായിട്ട് പോവാം.
ഓക്കെ അവിടെ ഓക്കെ അങ്ങനെ തീർക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയില്ല, നമ്മളെ 1v3 സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പെട്ടെന്നൊരു ടെൻഷനിൽ നമുക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ അപ്പം ചാവുന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ നമ്മൾ ചത്തില്ല. അത്ര നേരം പിടിച്ചെന്ന് കളിച്ചു. നമ്മളെ എങ്ങാനും ഒരു നിമിഷം തെറ്റിച്ചിരുന്നെങ്കിൽ അപ്പം നമ്മൾ ചത്തേനവിടെ വെച്ചിട്ട്. എനിക്ക് ഇപ്രാവശ്യം അമ്പൂടി വേണ്ട, കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ എന്നെ വെച്ചിട്ട് കളിക്കാം. 1v3 സിറ്റുവേഷൻ ഗൈസ്. ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ ഓക്കെ. ലാസ്റ്റ് ടീം വൈപ്പാണോ എനിക്കറിയില്ല. ഓക്കെ നോക്കാണ്, വേറെ ടീമാണ്, വേറെ ഉണ്ടാവും, പറയാൻ പറ്റില്ല. വേറെ അവിടെ ഉണ്ടാവുക. നമ്മൾ ഒറ്റടിക്ക് 5 ഇല്ലാണേ. നമ്മൾ പക്ക കളിയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 1v3 സിറ്റുവേഷൻ, അതിൽ നമ്മൾ അടിച്ചിട്ടു. ഫസ്റ്റ് തന്നെ നമ്മൾ എഫക്റ്റ് വെച്ചിട്ട് നോക്കിട്ടപ്പോൾ ആ ജോക്കർ തലയെ വന്നിട്ട് അവനെ പൊക്കി. അപ്പോൾ അവന് വേറെ മൂന്നാമത്തെ ടീമായിട്ട് വന്നു. ചുറ്റിനും ഗ്ലൂ വാളിട്ടു. എവിടുന്ന് അടി കിട്ടിയാൽ ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവർക്ക്. ചുറ്റിനും ഗ്ലൂ വാളിട്ടു അവര്. നമ്മളാണ് ഞാൻ വേണ്ടിയ ഗ്ലൂ വാൾ മൾട്ടർ ഇട്ടു. ഡാമേജ് ഉണ്ടായിരുന്നതിനൊക്കെ പീണൈൻ്റെ വെച്ചിട്ട് 1v3 എടുത്തു നമ്മൾ. അല്ലേ പൊളിയായിരുന്നു, സെറ്റ് കളി. ഫസ്റ്റത്തെ ഒരു പ്രാവശ്യം ഈ പിച്ചിൽ വെച്ചിട്ട് ചത്തുന്നുള്ളൂ, പക്ഷെ ഉയർത്തെഴുന്നേറ്റ് വന്നു. അല്ല പിന്നെ ഒരു കുതിര ഫാറുണ്ട് അവിടെ. നമ്മളെ ഗ്ലിച്ചൊക്കെ ഇപ്പോൾ ഗരീന റിമൂവ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ബോളായിട്ട് പറന്നല്ല. ഇന്ന് അടിച്ചരു പട്ടി. TG എൻ്റെ കോപ്പിയാണ് അവൻ. TG 2 TG 2 ഫീക്കേഴ്സ്. ഇവൻ എൻ്റെ ഫ്രണ്ടൊന്നുമല്ല, TG ററ്. നമ്മൾ പിന്നെ TG ഫെറോക്സ് ആണല്ലോ, സൂപ്പർ ഫെറോക്സ് FF. ഓക്കെ നീ എവിടെയാ? ഓക്കെ നമുക്ക് എയർ ഡ്രോപ്പ് ക്യാപ്ചർ ചെയ്യാം. ബോളിന് വഴിയേ നമുക്ക് എയർപ്ലെയിൻ കിട്ടി. ഇനി വേറെ ഏതെങ്കിലും കണ്ണ് കിട്ടുമോ? FD വൈ കിട്ടുകയാണെങ്കിൽ പറ്റ കൂട്ടാ. FD വൈ നല്ലത്. നമുക്ക് എന്തായാലും മൊബൈൽ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് എവിടെയെങ്കിലും വീടിന് മുകളിൽ ക്യാമ്പ് അടിക്കാം. എന്നാലാണ് റെഡി ആവുള്ളൂ. ഓക്കെ നമ്മൾ പീക്കിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ വല്ലവരും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കുറേ മുട്ടകൾ എടുത്തിട്ടുണ്ട്. മരത്തിൻ്റെ ചോട്ടിൽ കുറച്ച് മുട്ട, അല്ല ഒരു മുട്ട, പിന്നെ
അയ്യോ എവിടെ അടിക്കുന്നുണ്ട്. ഓക്കെ ആ ആരാണ്ടത് പീക്കിന് ടോപ്പില് ഇല്ല 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 ഞാൻ നോക്കിട്ടു. നോക്കിട്ടു ഫിനിഷാക്കി. ഈ പീക്കിൻ്റെ ഉള്ളിലെങ്ങാനും എന്തായാലും അവിടെ നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ആ പാറേൻ്റെ അവിടേക്ക് പോവാം. എങ്ങനെയായാലും വരും എന്തായാലും ഉറപ്പാ. അതെ ഫോട്ടോ ഓ വായോ റഷ് ചെയ്യാം. ഓ രണ്ടുപേരെ നോക്കിട്ടു. പക്ഷെ ഒരു ഇതിനെ പൊക്കിണ്ടാവും. ഇതും പറന്നൊക്കെ ഇറങ്ങുന്നുണ്ട്. ഓക്കെ അത് കുമ്മാൻ പറ്റിയില്ല. ഒരെണ്ണം കുമ്മി. ഓക്കെ ഇനി ഉണ്ട് ആൾക്കാർ അടിയിലായിട്ട്. ഇനി ഇഷ്ടം പോലെ വരുന്നുണ്ട്. പാറമ കയറിയേക്കാം. ഞാൻ ലാസ്റ്റ് അവസരത്തിൽ നമ്മൾ ചത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അവരടിക്കുമെന്നറിയില്ല. കളി എന്തായാലും ജയിക്കണം. ഓക്കെ ഫൈനൽ 8 പേരായിട്ടുണ്ട്. ജയിക്കുക ഗൈസ് ദൈവത്തിന് മാത്രം അറിയാം. എന്നാലും ആ 1v3 സെറ്റ് കളിയായിരുന്നു ഗൈസ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. ഒരു 14 മിനിറ്റ് അടങ്ങിയിട്ട് വൈൻഡപ്പ് ചെയ്യും. അതാണ് പ്രശ്നമായത്. ഓക്കെ ഓ മേഡോ പെഡ കളിയായിട്ട് കളിക്കുന്നുണ്ട്. തല കാണിച്ചാന്ന് തോന്നുന്നു. എന്തായാലും പൊക്കാൻ പറ്റില്ല. 6 പേരേ ഉള്ളൂ ഇനി. ഓക്കെ ഓക്കെ പൊട്ടാഫ് വെച്ച് പൊട്ടിക്കണ്ട്. പൊട്ടാഫ് വെച്ച് പൊട്ടിക്കുക. ഓക്കെ ഓക്കെ നൈസ് നൈസ്. ആ കുഴപ്പമില്ല. അത്രൂ പൊള്ളി അല്ല പിന്നെ. ആ കുഴപ്പമില്ല 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 കുഴപ്പമില്ല. ആവൂ അവന് ഫിനിഷാക്കാൻ പറ്റിയില്ല ഗൈസ്. ആ ആ എല്ലാം കൂടി മുന്തുന്ന തോന്നുന്നു കേട്ടാ. തോന്നണതാ അങ്ങനെ അഡ്വാൻസ് അപ്പഴാവും. എല്ലാം കൂടി മുന്തും. ഫീക്കട്ട് മാസ്റ്റർ സെറ്റ് കളിയേ. കുഴപ്പമില്ല കുഴപ്പമില്ല. അയ്യോ ഓ കുഴപ്പമില്ല. 67+ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.